welcome to Civil Service Simplifier. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വഖഫ് ബോർഡ് അമെൻഡ്മെന്റ് ബിൽ 2024 ആണ്. അതിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് വരാനുള്ള റീസൺ, അതുപോലെ വഖഫ് അമെൻഡ്മെന്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ വഖഫ് ആക്ട് ഉണ്ട് 1995 അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് റീസൺ എന്താ നോക്കാം. ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് വഖഫ് ബോർഡിന്റെ പേരിൽ ഏകദേശം 50,000-ൽ കൂടുതൽ മിസ്മാനേജ്മെന്റ്, അതുപോലെ ഫ്രോഡ്, കറപ്ഷൻ ഒക്കെ ഓണർഷിപ്പിനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കേസസ്, 50,000-ൽ കൂടുതൽ കേസസ് വഖഫ് ബോർഡിന്റെ പേരിൽ നിലനിൽക്കുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ ഇങ്ങനെ ഒരു അമെൻഡ്മെന്റ് വരാനുള്ള. ഇനി അമെൻഡ്മെന്റ്സ്, അതായത് വഖഫ് ബോർഡ് അമെൻഡ്മെന്റ് ആക്ട് 2024 എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വഖഫ് ആക്ട് 1995 എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു ആക്ട് അല്ലെങ്കിൽ അമെൻഡ്മെന്റ് ബില്ല് കൊണ്ടുവന്നത് ഈ ഒരു ആക്ട് 1995 വഖഫ് ആക്ട് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അമെൻഡ് ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് ഈ വഖഫ് ബോർഡ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ അതിന് റെഗുലേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഫോർമേഷൻ ഓഫ് വഖഫ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് പറയാം. വഖഫ് ഫോർമേഷനിൽ ആക്ടിൽ പറഞ്ഞത് 3 വഴികളാണ്. ഒന്ന് ഡിക്ലറേഷൻ ആണ്, ആക്ട് ഓഫ് ഡിക്ലറേഷൻ. അതായത് ഒരു വഖഫ് ഞാൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്റെ ഒരു പ്രോപ്പർട്ടീസ് ഞാൻ വഖഫായിട്ട് ഡിക്ലെയർ ചെയ്തതിനാൽ ആ പ്രോപ്പർട്ടി വഖഫായിട്ട് മാറും. ഓക്കെ, രണ്ടാമത്തത് ലോങ് ടേം യൂസ് ആണ്. അതായത് വഖഫിന്റെ യൂസേഴ്സ് ലോങ് ടേം ആയിട്ട് ഒരുപാട് കാലങ്ങളായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്താ വഖഫിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വഖഫായിട്ട് മാറും. ഓക്കെ, അതുപോലെ സക്സഷൻ എൻഡ്സ് ആണ്. അതായത് നമ്മളെ അടുത്ത തലമുറ എന്ന് പറയുന്ന സ്വത്തുക്കൾക്ക് തലമുറ അങ്ങനെ പോയി, എന്നാൽ തലമുറ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇല്ലെങ്കിൽ ആ സ്വത്തുക്കൾ എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടീസ് ഒക്കെ വഖഫിലേക്ക് മാറും. ഈ 3 ഇതിലാണ് ഈ ആക്ടിൽ പ്രകാരം വഖഫ് ഫോർമേഷൻ നടക്കുന്നത്. എന്നാൽ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ന്യൂ ബില്ല് 2024 ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്, ഒരാൾക്ക് വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പേഴ്സണ് വഖഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 വർഷമെങ്കിലും ഇസ്ലാമിൽ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഒരാൾ ഇപ്പൊ പെട്ടെന്ന് കൺവേർട്ട് ചെയ്തിട്ട് മുസ്ലിമായി, അതിനുശേഷം ഒരു 1-2 വർഷം കഴിയുമ്പോൾ അയാളുടെ സ്വത്തുക്കളൊക്കെ വഖഫ് ചെയ്യാൻ അത് പറ്റില്ല എന്നാണ് ഈ ഒരു ബില്ല് പ്രകാരം പറയുന്നത്. Will only a person practicing Islam for at least 5 years may declare a വഖഫ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആസ് എ അതായത് വഖഫ് പ്രോപ്പർട്ടീസ്, ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്, ഇത് ആക്ടിൽ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായില്ല, പക്ഷേ ഇപ്പോഴത്തെ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടീസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആണ്, ഏതെങ്കിലും ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണെങ്കിലും ശരി, അത് എന്ത് ചെയ്യും, സീസ് ടു ബി ഓപ്പറേറ്റഡ്. അതായത് ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നേരെ തിരിച്ചിട്ട് ഗവൺമെന്റിലേക്ക് തന്നെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രോപ്പർട്ടിന്റെ പേരിൽ എന്തെങ്കിലും ഓണർഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസോ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് കളക്ടർ ആയിരിക്കും. ആ ഏരിയയിലുള്ള കളക്ടർ എന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ ഓണർഷിപ്പ് കറക്റ്റ് ആയിട്ട് ആയിരിക്കണം. അത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഇവരെന്ത് ചെയ്യും, ഈ ലാൻഡ് റെക്കോർഡ്സ് ചേഞ്ച് ചെയ്യും. അതായത് ഈ ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ അപ്ഡേറ്റ് കളക്ടർ എന്ത് ചെയ്യും, റവന്യൂ റെക്കോർഡ്സ് അപ്ഡേറ്റ് ചെയ്യും. അതായത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസിലേക്ക് അത് മാറ്റും. ഓക്കെ, അതാണ് ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം. അതുപോലെ തന്നെയാണ് പവർ ടു ഡിറ്റർമിൻ ഇഫ് എ പ്രോപ്പർട്ടി ഈസ് വഖഫ്. അതായത് ഒരു പ്രോപ്പർട്ടി വഖഫിന്റേതാണെന്ന് തീരുമാനിക്കുന്ന പവർ ആയിരിക്കാന്ന് വെച്ചാൽ നമ്മുടെ വഖഫ് ബോർഡിനായിരുന്നു. എന്നാൽ ഈ ഒരു പ്രൊവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ബില്ലിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ബില്ല് പാസ്സായി ആക്ട് വന്നു കഴിഞ്ഞാൽ വഖഫ് ബോർഡിന് ഒരു പ്രോപ്പർട്ടി വഖഫിന്റെ ആണെന്ന് തീരുമാനിക്കാനുള്ള പവർ ഉണ്ടാവില്ല. ഇനി സർവേ ഓഫ് വഖഫിന്റെ സർവേ എന്ന് പറയുന്നത് ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് 1995 ആക്ടിൽ ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സർവേ കമ്മീഷണറെയോ അഡീഷണൽ കമ്മീഷണറെയോ എന്ത് ചെയ്യും, വഖഫ് പ്രോപ്പർട്ടി സർവേ ചെയ്യാൻ വേണ്ടി നടത്തും. എന്നാൽ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് അത് കളക്ടർ ചെയ്താൽ മതി. അതായത് അങ്ങനെ ഒരു കമ്മീഷണർ ഒന്നും നിയമിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു കളക്ടർ അത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ ബില്ലിൽ നമുക്ക് കാണുന്ന ഒരു കാര്യം, കളക്ടറിന് എക്സസീവ് ആയിട്ടുള്ള പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റിന്റെ പോളിസീസ് പ്രകാരം നമ്മുടെ കളക്ടേഴ്സിന്റെ പവേഴ്സ് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, എക്സസീവ് ആയിട്ട് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ബില്ലിന്റെ ഒരു പ്രോബ്ലം അതാണ്, അതായത് കളക്ടേഴ്സിന് കൂടുതലായിട്ട് എക്സസീവ് പവേഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ വഖഫ് കൗൺസിൽ നോക്കാം. സെൻട്രൽ വഖഫ് കൗൺസിൽ എന്ന് പറയുന്നത്, ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അതുപോലെ വഖഫ് ബോർഡിന് എന്ത് ചെയ്യാം, അഡ്വൈസസ് കൊടുക്കുന്നതാണ് ഈ കൗൺസിലിന്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്ററിലെ വഖഫിന്റെ ചാർജുള്ള ഏത് മിനിസ്റ്റർ ആണോ യൂണിയൻ മിനിസ്റ്ററിലുള്ള അവരാണ് എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ആയിട്ട് ഈ കൗൺസിൽ ചെയർമാൻ ആയിട്ട് വരാം. അതുപോലെ തന്നെ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മെമ്പേഴ്സും മുസ്ലിംസ് ആയിരിക്കണം. അതായത് ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ മെമ്പേഴ്സും മുസ്ലിം ആയിരിക്കണം. അതുപോലെ അറ്റ്ലീസ്റ്റ് രണ്ട് വുമൻസ് എങ്കിലും അതിൽ വേണം എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ആ ആക്ടിൽ. എന്നാൽ ഇപ്പോഴത്തെ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് 2 മുസ്ലിം എങ്കിലും നോൺ മുസ്ലിംസ് ആയിരിക്കണം. അതായത് മെമ്പേഴ്സിൽ 2 മെമ്പേഴ്സ് എങ്കിലും നോൺ മുസ്ലിംസ് ആവണമെന്നാണ് ഈ ബില്ലിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതായത് നോൺ മുസ്ലിംസും കൂടി കയറണം. അതുപോലെ
MP, ഫോമർ ജഡ്ജ്, അതുപോലെ എമിനന്റ് പേഴ്സൺസ് അപ്പോയിന്റഡ് കൗൺസിലിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ മുസ്ലിം ആവണമെന്നില്ല. മുസ്ലിം ആവുന്നതിന് കുഴപ്പമില്ല, പക്ഷേ മുസ്ലിം ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ MP, റിട്ടയർഡ് ജഡ്ജ്, അതുപോലെ എമിനന്റ് പേഴ്സൺസ് ഒക്കെ. അതുപോലെ ഫോളോയിങ് മെമ്പേഴ്സ്, അത് മുസ്ലിം ആവണം നിർബന്ധമുള്ള കുറച്ച് പേരുണ്ട് ഈ കൗൺസിലിൽ. അതിൽ ഒന്നെന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് മുസ്ലിം ഓർഗനൈസേഷൻ. മുസ്ലിം ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേറ്റീവ് ആണ്, അയാൾ മുസ്ലിം ആയിരിക്കണം. ഓക്കെ, അത് പിന്നെ ചോദിക്കണ്ടല്ലോ. അതുപോലെ ഇസ്ലാമിക് ലോ അറിയുന്ന ഒരു സ്കോളർ, അയാളും മുസ്ലിം ആയിരിക്കണം. ഇസ്ലാമിക് ലോ അറിയുന്ന ഒരുപാട് പേരുണ്ടാവും, അതായത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല, അവർ മുസ്ലിം തന്നെ ആയിരിക്കണം. അതുപോലെ ചെയർമാൻ ഓഫ് ദി വെൽഫെയർ ബോർഡ്, അതായത് വഖഫ് ബോർഡിന്റെ ചെയർമാൻസ് ഉണ്ട്, എല്ലാ വഖഫ് ബോർഡിന്റെ, അതിനൊക്കെ ചെയർമാൻസ് എന്ത് ചെയ്യണം, മുസ്ലിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ബില്ലിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മെമ്പേഴ്സിൽ ഏതെങ്കിലും രണ്ടുപേരെങ്കിലും, അതായത് ഈ ഓൾ മെമ്പേഴ്സിൽ രണ്ടുപേരെങ്കിലും എന്ത് ചെയ്യണം, വിമൻസ് ആവുകയും ചെയ്യണം. ഓക്കെ, ഇതൊക്കെയാണ് ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് വഖഫ് ബോർഡാണ്. ഇത്ര സമയം പറഞ്ഞ നമ്മൾ കൗൺസിലിന്റെ കാര്യം പറഞ്ഞാൽ ഇനി ബോർഡാണ്. അതായത് ഈ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് എലക്ഷൻ നടത്തണം, അതായത് മുസ്ലിംസ് മാത്രം വോട്ട് ചെയ്യുന്ന ഒരു എലക്ഷൻ നടത്തണം. എന്തിന്, ഈ വഖഫ് ബോർഡിലേക്ക് മെമ്പേഴ്സിന് എടുക്കാൻ 2 മെമ്പേഴ്സ് ഫ്രം ഈച്ച്, അതായത് MP, MLA, MLC, അതുപോലെ ബാർ കൗൺസിൽ മെമ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, എലക്ട് ചെയ്തെടുക്കണം. ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള, അതായത് MLA, MP, അതുപോലെ ബാർ കൗൺസിൽ, അവരൊക്കെ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാം, ഒരാളെ നോമിനേറ്റ് ചെയ്യാമെന്ന് ഈ ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊന്നും മുസ്ലിം ആവണമെന്ന് നിർബന്ധമില്ല. ആദ്യം ഇത് ആക്ടിൽ മുസ്ലിം ആവണമെന്നുണ്ട്, ആദ്യമല്ല ആക്ടിൽ മുസ്ലിം ആവണമെന്നുണ്ട്, എന്നാൽ ഈ ബില്ല് പ്രകാരം അതിന്റെ മുസ്ലിം ആവണം നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബില്ലിൽ മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇതിലെ 2 നോൺ മുസ്ലിംസ് വേണം. ഓക്കെ, 2 നോൺ മുസ്ലിംസ് വേണം. അതുപോലെ അറ്റ്ലീസ്റ്റ്, അതായത് ഷിയ സുന്നി, അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ് ഓഫ് മുസ്ലിംസ് എന്ന് എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒരു റെപ്രസെന്റേറ്റീവ്, ഒരു മെമ്പർ എങ്കിലും ഈ ബോർഡിൽ വേണം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റിലെ വഖഫില് ബൊഹ്റ, അതുപോലെ അഗാഖാനി കമ്മ്യൂണിറ്റിന്റെ ഇതുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിൽ നിന്നും ഒരു മെമ്പറിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്, ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 2 വിമൻസ് എങ്കിലും വേണം, അറ്റ്ലീസ്റ്റ്, അതായത് 2 വിമൻസ് എങ്കിലും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ മസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ആക്ട് പ്രകാരം അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ് ആണ്, അറ്റ്ലീസ്റ്റ് 2 മെമ്പേഴ്സ്. എന്നാൽ ബില്ല് പ്രകാരം 2 മുസ്ലിം മെമ്പർ മസ്റ്റ് ബി വിമൻ, അതായത് 2 മുസ്ലിം മെമ്പേഴ്സ് എന്ത് ചെയ്യണം, വിമൻ ആയിരിക്കണം എന്ന് നിർബന്ധം വെച്ചിട്ടുണ്ട്. അതുപോലെ കമ്പോസിഷൻ ഓഫ് ട്രിബ്യൂണൽ ആണ്. ട്രിബ്യൂണലിന്റെ കമ്പോസിഷനിൽ ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ചെയർമാന് ആരാവണം, ജഡ്ജ് ഓഫ് റാങ്ക് ഓഫ് ഇക്വലന്റ് ക്ലാസ് 1, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സെക്ഷൻ, അല്ലെങ്കിൽ സിവിൽ ജഡ്ജസ് ആവണം. അതർ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫീസേഴ്സ് ഈക്വൽ ടു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, അതുപോലെ പേഴ്സണൽ നോളജ് ഇൻ മുസ്ലിം ലോസ് ആൻഡ് ജൂറിസ്പ്രുഡൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ബില്ല് പ്രകാരം ഈ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കറന്റ് അല്ലെങ്കിൽ ഫോമർ ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് ആയിരിക്കണം ചെയർമാന്. അതുപോലെ തന്നെ കറന്റ് ഓർ ഫോമർ ഓഫീസ് ഓഫ് റാങ്ക് ഓഫ് ജോയിന്റ് സെക്രട്ടറി, അതായത് സ്റ്റേറ്റിന്റെ ജോയിന്റ് സെക്രട്ടറിന്റെ ഇതിലുള്ള ഒരാള് മതി അതർ മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിനെ വെട്ടിക്കുറിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് അപ്പീൽ, അതായത് ഈ ട്രിബ്യൂണലിന്റെ ഓർഡേഴ്സിന്റെ അപ്പീൽ ഉണ്ട്. ഈ അപ്പീൽ എന്ന് പറയുന്നത് ആക്ട് പ്രകാരം അപ്പീൽസ് ഇല്ല, അതായത് ഈ ട്രിബ്യൂണലിന്റെ ഓർഡേഴ്സ് എന്താണോ അത് ബൈൻഡിങ് ആണ്, അത് എൻഡ് ആണ്, അവിടെ വേറെ ഒന്നുമില്ല, അതായത് ഇറ്റ്സ് ഫൈനൽ, അതായത് ട്രിബ്യൂണലിന്റെ ഓർഡേഴ്സ് ഫൈനൽ ആണ്, അപ്പീൽ ഒന്നും ഇതിന് ഇല്ല, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ബോർഡോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഇത് അപ്പീലിന് എടുക്കാൻ പറ്റും. എന്നാൽ ഈ ബില്ല് പ്രകാരം ബില്ലിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 90 ഡേയ്സിൽ എന്ത് ചെയ്യാം, ട്രൈബ്യൂണലിന്റെ ഓർഡേഴ്സിന് എന്ത് ചെയ്യാം, നമുക്ക് അപ്പീലായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ പറ്റുമെന്നാണ് അപ്പീലിനെ പറ്റിയിട്ട് ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പവേഴ്സ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റിന്റെ പവേഴ്സ് നോക്കാം. ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ സെൻട്രൽ ഗവൺമെന്റ് റൂൾസ് ഉണ്ടാക്കാം. ഒന്ന് രജിസ്ട്രേഷൻ, അതായത് വഖഫ് ബോർഡ് രജിസ്ട്രേഷന്റെ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റൂൾസ് ഒക്കെ ഉണ്ടാക്കാം സെൻട്രൽ ഗവൺമെന്റിന്. അതുപോലെ തന്നെ പബ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഓഫ് വഖഫിന്റെ അക്കൗണ്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് ഉണ്ടാക്കാം. അതുപോലെ പബ്ലിക്കേഷൻ ഓഫ് പ്രൊസീഡിങ്സ്, അതായത് വഖഫ് ബോർഡിന്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണോ അതിനെ കുറിച്ചിട്ടൊക്കെ അതിന്റെ പബ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ഉണ്ടാക്കാം, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കാം. ഈ ആക്ടിൽ, എന്നാൽ ഈ 1995 ഇപ്പോഴത്തെ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും വഖഫ് ബോർഡിനോട് ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറയാം. എന്നാൽ ഈ ബില്ല് പ്രകാരം സെൻട്രൽ ഗവൺമെന്റ് ടു ഗെറ്റ് CAGO അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ കൊണ്ടോ ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് ഈ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത്. ആക്ടിൽ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റിന് എപ്പം വേണമെങ്കിലും സ്റ്റേറ്റിനാണ് എപ്പം വേണമെങ്കിലും ഓഡിറ്റ് ആവശ്യപ്പെടാം അവരോട്. പക്ഷേ സ്റ്റേറ്റിന് ആരെയും അപ്പോയിന്റ് ചെയ്യാനൊന്നും പറ്റില്ല, അവർ ചെയ്യുന്ന ഓഡിറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റിന് ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം, CAGO അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഫീസേഴ്സിനെ കൊണ്ടോ അവിടെ ഓഡിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ വഖഫ് ബോർഡ് ഫോർ
ബൊഹ്റ ആൻഡ് അഗഖാനി. അതായത് ഒരു സ്ഥലത്ത്, അതായത് ഈ ആക്ട് പ്രകാരം സുന്നി അതുപോലെ ഷിയ സെക്ട് ഒക്കെ ഉണ്ടെങ്കിൽ സുന്നി വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇവരുടെ വഖഫില് അല്ലെങ്കിൽ അവിടുത്തെ ഇൻകത്തിൽ 15% കൂടുതൽ ഇവരുടെ വഖഫ് പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ഷിയാക്ക് എന്ത് ചെയ്യാം, ഷിയാക്കും സുന്നിക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഒരു വഖഫ് ബോർഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ സ്റ്റേറ്റിൽ. എന്നാൽ ഈ ഒരു ആനുകൂല്യങ്ങൾ എന്താണ് അഗാഖാനി അതുപോലെ ബൊഹ്റ സെക്ടിനും കൂടി അലോ ചെയ്ത് കൊടുക്കലാണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വഖഫ് ബോർഡ് എന്ത് ചെയ്യാം ഇവർക്ക്, അതായത് 15% കൂടുതൽ ഇവരുടെ ഇൻകമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസോ വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് എന്ത് ചെയ്യാം വേറൊരു ബോർഡ്, വഖഫ് ബോർഡ്, സെപ്പറേറ്റ് വഖഫ് ബോർഡ് ആ സ്റ്റേറ്റിൽ രൂപീകരിപ്പിക്കപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബില്ലിൽ. ഓക്കെ, ഇതൊക്കെയാണ് ഈ ബില്ലിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത്, സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.